ഹായ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ നമ്മുടെ കൈകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടെയുള്ളവരുടെയും ചുറ്റുപാടും നിൽക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും ആശ്വാസവാക്കുകളും അവരുടെ കൈകളും നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ അവരുടെ കൈകളും വരുന്നതൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചു കൊണ്ടേയിരിക്കുമല്ലേ, ചിന്തിച്ചു കൊണ്ടേയിരിക്കും. എന്താ പറ്റുന്നത്? പലപ്പോഴും അത് കിട്ടിയെന്നും വരില്ല. എന്നിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള സങ്കടവും കരച്ചിലും സ്ട്രെസ്സും ഇതൊക്കെ കൂടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന് നമ്മുടെ സ്വയം നമ്മളൊരു നെഗറ്റീവ് എനർജി നമ്മൾ വലയം തീർത്തിട്ട് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് നമ്മുടെ കൈകൾ. നമുക്ക് പടച്ചിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ശക്തി നമുക്ക് തന്നിട്ടുള്ള, യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണുനീരൊപ്പി ആ കണ്ണുനീരിൽ നിന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ എല്ലാ സർവ്വധൈര്യവും സംഭരിച്ച് അതിനുള്ള സൊല്യൂഷനും നമ്മൾ കണ്ടെത്തി അതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന് നമുക്ക് നമ്മളോട് തന്നെ പ്രൗഡായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുക, എനിക്ക് ഞാനുണ്ട്, എനിക്ക് എൻ്റെ കൈകളുണ്ട്, എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് ഇനിയും ഇതിൽ നിന്നൊക്കെ ഇതൊന്നും കൊണ്ട് ഞാൻ തളർന്നു പോകുന്നവളല്ല, അല്ലെങ്കിൽ തളർന്നു പോകുന്നവനല്ല. ഇതിൽ നിന്നുമൊക്കെ എത്രയോ പടി ഉയരത്തിലേക്ക് എനിക്ക് പോകാൻ കിടക്കുകയാണ്. എൻ്റെ ഒരു ടൈമും ഒരു മിനിറ്റ് പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത് അതിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവിടെ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള പാത. അവിടെ നിങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യുക. മനസ്സിലായോ? മറ്റാരിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ശക്തിയും പൊട്ടൻഷ്യലും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു സമയമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ഒരു പാതയിലേക്ക് പോകാനുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ വിജയത്തിൻ്റെ, നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ തുടക്കം. താങ്ക് യു.